10% വോട്ടാണ് പോൾ ചെയ്യാതെ പോയത് വയനാട്ടിൽ. അതിനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെടാതെ പോകും. കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ ഒന്നുകിൽ ഇവിടെ LDF നോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൽ മനമെടുത്ത് ഇനി LDF നോട്ട് ചെയ്യാൻ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും വിദ്വേഷ പ്രചാരകനായ ഒരാളെ കുറിച്ചാണ് നല്ല മനുഷ്യൻ എന്നുള്ള അഭിപ്രായം പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം നാളെ അങ്ങനെ ആകും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത്രയും വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ ഞങ്ങൾ എടുത്തില്ലല്ലോ. എടുത്തവരോട് പോയി ചോദിക്കൂ, നോക്കൂ. അല്ല, ഇത്രയും അതെ ഇത്രയും വിദ്വേഷ പ്രചാരം നടത്തിയ ആളെ തലയിൽ ചുമന്ന് കൊണ്ടു നടക്കുന്നവരെ വെളുപ്പിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ വെളുപ്പിക്കാൻ പറ്റില്ല കേട്ടോ. മീഡിയ സംശയം ഏതാണെങ്കിലും ഞാൻ പറഞ്ഞത് അതിലെന്താ RSS അല്ലേ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ വെറും BJP അല്ല, RSS ആണ്. കുട്ടിക്കാലം മുതൽ ശാഖയിൽ നിന്ന് പഠിച്ചു വന്ന ഒരാൾ, ശാഖയിൽ നിന്ന് വളർന്നു വന്ന സുശിക്ഷിതനായ RSS പ്രചാരക്കാണ്. അത്തരമൊരാളെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നതാണ് കാണേണ്ടത്. വെറും BJP അല്ല. കാരണം അദ്ദേഹം പരിശീലിപ്പിക്കപ്പെട്ടത് RSS ശാഖയിലാണ്. അപ്പോൾ RSS സ്വീകാര്യമായിരിക്കുകയാണ്. അതിൽ അത്ഭുതമില്ല കേട്ടോ. പണ്ട് മുതലേ RSSും ഇവരും തമ്മിൽ വിനിമയമുണ്ട്. അതെ, ഉയർത്തിപ്പിടിച്ചില്ലല്ലോ. ഇല്ല, അല്ല, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. നടത്തിയ എല്ലാ പ്രസ്താവനകളുമില്ലേ, അതെല്ലാം അല്ല, ആ പ്രസ്താവനകളെല്ലാം അവിടെ കിടക്കല്ലേ. ആ പ്രസ്താവനകൾ ടയറ് കഴുത്തിലിട്ട് ചുട്ടുകൊല്ലണം എന്ന് തുടങ്ങിയ പ്രസ്താവനകൾ, കൂട്ടക്കൊല നടത്തി കുഴിച്ചു മൂടണം, അപ്പോൾ ഒതുങ്ങും, അനുഭവം ഗുരു, ഇതൊക്കെയാണ് പ്രസ്താവനകൾ. ഈ പ്രസ്താവനകളെല്ലാം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിരുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ബാലേട്ടൻ പൊതുവെ ഒരാളെ കുറിച്ച് നിങ്ങൾ അതെന്താ പ്രശ്നം അറിയോ? ശ്രീ VD സതീശൻ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ട് ആ ഭാഷയിൽ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഞങ്ങളാരും അങ്ങനെ പറയാം. ഈ വിഷയങ്ങളൊന്നും അന്ന് ഉന്നയിച്ചിരുന്നില്ല. താങ്കൾ അടക്കമുള്ള ആരും ഈ വിഷയങ്ങളൊന്നും അന്ന് ഉന്നയിച്ചിരുന്നില്ല. നിലപാട് മാറ്റിയാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത മിനിമം ചോദിക്കുന്ന പ്രതിനിധിക്ക് നിങ്ങളുടെ മാധ്യമമെങ്കിലും ഒന്ന് കാണണം. നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത എൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം പിന്നീട് കാർഡായിട്ടും നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വാചകം എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് മറുപടി പറയട്ടെ. എന്താ വാചകം എന്നറിയാമോ? അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ, അതിനെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഞങ്ങൾ അദ്ദേഹമായിട്ട് ചർച്ച നടത്താവുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നില്ല. ചർച്ച നടത്തണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ചർച്ച നടത്തണമെങ്കിൽ എന്ത് വേണമായിരുന്നു? രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാത്തടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യണം. ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ആരെയാണ്? ഡോക്ടർ സരീനെ പോലെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചവരെ. ഇവർ സ്വീകരിക്കുന്നത് ആരെയാണ്? ന്യൂനപക്ഷത്തെ കൂട്ടക്കൊല ചെയ്യണമെന്നും ഒന്ന് കുഴിച്ചു മൂടണമെന്നും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ. പിന്നെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ വേണം മാലയിടാൻ. അതായത് വളരെ വിനീത വിധേയനായി ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന VD സതീശന് ഗോൾവാൾക്കറുടെ ശിഷ്യനെ RSSകാരനായ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ട്. പാലക്കാട് തകർന്ന് തരിപ്പണമാവും. UDFന്റെ ഈ ശവപേടകത്തിൽ പാലക്കാട്ട് അവസാനം ആണിയടിക്കുന്നതാണ് ഈ രംഗപ്രവേശനം. എന്താ സംശയം? തകർന്ന് തരിപ്പണമാവും. ചില്ലുപാത്രം വീണിടയുന്നത് പോലെ ചെതറിത്തെറിക്കും.